കഴിഞ്ഞ 2 മാസത്തോളം ഐ വാസ് ഇൻ എ സ്പെഷ്യൽ വേൾഡ് ആൻഡ് ദാറ്റ് ഈസ് ദ വേൾഡ് ഓഫ് ബെർസെർക്ക്. കെൻറ്റാറോ മിയറോ എഴുതിയിട്ടുള്ള ഒരു മാംഗ സീരീസാണ്. അറൗണ്ട് ഒരു 40 വോളിയുണ്ട്, സ്റ്റിൽ ഓൺ ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാംഗ സീരീസാണ്. ഈ മാംഗാസ് എന്ന് പറഞ്ഞ സാധനം ഞാൻ തൊടാത്ത ആളാണ്, എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല. ഹൗ ഐ ഗോട്ട് ഇൻ ടു ദിസ് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. സോ ഇതിൻ്റെ 40 വോളിയം, ദെൻ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള 2 TV സീരീസ് അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ ആനിമി അഡാപ്റ്റേഷൻസ്, ദെൻ 3 ട്രയോളജി ആയിട്ടുള്ള ഒരു 3 പാർട്ട് മൂവി, ഇതൊക്കെ തന്നെ ഈ ഒരു മിനിമൽ ടൈമിനുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കാരണം അത്രയധികം ഗ്രിപ്പിംഗ് ആണ്, അത്രയധികം എൻഗേജിങ് ആണ്. ഇത് വായിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് നിലത്ത് വയ്ക്കാൻ പറ്റില്ല, അത്ര കിടിലനായിട്ടുള്ളൊരു സാധനമാണ്. ആൻഡ് ഇത് എവിടെ നിന്ന് വാങ്ങണം, എങ്ങനെ വായിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. അതിനു മുമ്പ് ഈ സാധനം ഞാൻ മാംഗ വായിക്കാത്ത ആളാണ്, എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല. പണ്ട് സിനിമ കൊണ്ടു, അത് കഴിഞ്ഞ് TV ഷോസിലേക്ക്, അത് കഴിഞ്ഞിട്ടാണ് ആനിമയിലേക്ക് എത്തുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഈ മാംഗ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. കാരണം ഈ മാംഗ എന്നാണ് ആനിമി വരുന്നത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് അറിഞ്ഞത്. പക്ഷെ മാംഗാസ് വായിക്കാനുള്ള തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ഒരു റൈറ്റിംഗ് പാറ്റേൺ, റൈറ്റിംഗ് സ്റ്റൈൽ, അതൊന്നും ഇപ്പോൾ ആനിമയിൽ ലൈവ് ആക്ഷനിൽ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെ മാംഗയിൽ കിട്ടില്ല എന്നറിയാം. അതിൻ്റെ സൗണ്ട് ഡിസൈൻ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, കളറില്ലാത്ത സാധനമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാംഗാസ് വായിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബെർസെർക്കിൻ്റെ ഒരു അഡാപ്റ്റേഷൻ 97 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ആനിമി നെറ്റ്ഫ്ലിക്സിലുണ്ട്, ദെൻ യൂട്യൂബിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് ഈവൻ ഡബ് അടക്കം യൂട്യൂബിലുണ്ട്. സോ അതാണ് ഞാൻ കണ്ടു നോക്കിയത്. കിടില സാധനമായിരുന്നു. ഒരു നോർമൽ മെഡീവിയൽ വേൾഡിൽ നടക്കുന്ന ഒരു കഥ. ഗട്ട്സ് എന്ന് പറഞ്ഞൊരു ഒരു പ്രോട്ടഗോണിസ്റ്റ് ക്യാരക്ടർ. വലിയ പുതുമയൊന്നും ആദ്യം തോന്നിയില്ല, കാരണം എനിക്കിത് നമ്മുടെ വിൻലാൻഡ് സാഗയൊക്കെ ആയിട്ട് ചെറിയ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓക്കെ അതേപോലത്തെ ഒരു ക്യാരക്ടറാണ്, ആ ക്യാരക്ടർ ഇങ്ങനെ ഇൻവോൾവ് ആയി വരും എന്നുള്ള സാധനങ്ങളൊക്കെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു മിഡീവൽ വേൾഡിൽ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ ഒരു മേഴ്സണറി ഗ്രൂപ്പിൽ പോയി ചേരും. സോ പല രാജ്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സാധാരണ യുദ്ധ പടയാളിയായിരുന്നു ഈ ഒരു ഗട്ട്സ് എന്നൊരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ ഈ ഒരു ബാൻഡ് ഓഫ് ദി ഹോക്ക് എന്നറിയപ്പെടുന്ന ഒരു മേഴ്സണറി ഗ്രൂപ്പിൻ്റെ ശ്രദ്ധയിൽ പെടും. സോ അതിൻ്റെ ഹെഡാണ് ഗ്രിഫിത്ത്. സോ പിന്നീട് അങ്ങോട്ട് ഈ ഗ്രിഫിത്തും ഗട്ട്സും കൂടി ഭയങ്കര ഫ്രണ്ട്സ് ആവും. പിന്നീട് അവരുടെ രാജ്യത്തിന് വേണ്ടി അവരാണ് ഈ യുദ്ധങ്ങളൊക്കെ നടത്തുക. ആൻഡ് അവർ നടത്തുന്ന എല്ലാ യുദ്ധത്തിലും അവർ ജയിക്കും. കാരണം ഗ്രിഫിത്തിൻ്റെ കൂടെ എപ്പോഴും ഗട്ട്സ് ഉണ്ട്. ദേ ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഈക്വലി സ്ട്രോങ് ക്യാരക്ടേഴ്സ്. ആൻഡ് ഗട്ട്സും ഗ്രിഫിത്തും മാത്രമല്ല, വേറെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഒരു ബാൻഡ് ഓഫ് ദി ഹോക്കിൻ്റെ ഉള്ളിൽ തന്നെ. പിപ്പിനുണ്ട്, കാസ്കി ഉണ്ട്, അങ്ങനത്തെ ഇവരെല്ലാവരുമായിട്ടും ഈ ഗട്ട്സിന് നല്ലൊരു റിലേഷൻഷിപ്പ് വരും. ദെൻ ഇവരങ്ങോട്ട് ഇങ്ങനെ നോർമലായിട്ട് എല്ലാ സാധനങ്ങളും സെറ്റാണ്, എല്ലാ യുദ്ധങ്ങളിലും ഇവർ ജയിക്കുന്നുണ്ട്. ഓരോന്ന് കഴിയുമ്പോൾ ഇവർ അടുത്തടുത്ത ലെവലിലേക്ക് പോകുന്നു എന്ന ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ പിന്നീട് ഇവർ തമ്മിലുള്ള ചെറിയ ഒരസലുകളും ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളൊക്കെ തുടങ്ങും. അങ്ങനെ പോകുന്നൊരു സാധനം പിന്നീട് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ജോണർ ഷിഫ്റ്റ് ആവും. നമ്മൾ അതുവരെ ഒരു നോർമൽ മിഡീവിയൽ ഹിസ്റ്റോറിക്കൽ സാധനമാണെന്ന് വിചാരിക്കുന്നതിൽ നിന്നും ഡാർക്ക് ഫാൻറ്റസിയിലേക്ക് ഒരു കാൽവെപ്പുണ്ട്, ഒരു കുതിച്ച് ചാട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഇവിടെ ആയിട്ട്. ഇപ്പോൾ നോസ്ഫെറാറ്റു സോഡ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരും. ആ ഒരു ക്യാരക്ടർ കാണുമ്പോൾ തന്നെ ഓക്കെ ഇത് ഈ ജോണറിൽപ്പെട്ട സാധനം, ഇതെന്ത് ഇവിടെ നമുക്ക് തോന്നുന്ന പോലെ തന്നെ ആ ക്യാരക്ടേഴ്സിനും തോന്നും. അത് കഴിഞ്ഞിട്ട് ഒരു സർട്ടൻ പോയിന്റിൽ ഒരു എക്ലിപ്സ് നടക്കുന്ന സംഭവമുണ്ട്. അവിടെ മുതൽ ഈ സാധനം വേറെ ലെവലിലേക്കാണത് പോകുന്നത്. ആൻഡ് ഇതിൻ്റെ ആ ഒരു ഡാർക്ക് ഫാൻറ്റസി എന്നുള്ളൊരു സാധനത്തിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇത് കട്ട ഡാർക്കാവും. അത് എത്ര ഡാർക്കാവും എന്നുള്ളത് നമുക്ക് ആനിമിയിൽ ഒരു പരിധി വരെ ഉള്ളൂ. ആൻഡ് ആ ഒരു ആനിമി ഇങ്ങനെ പോയി അതിൻ്റെ ഫസ്റ്റ് സീസണിൽ ഏകദേശം ഒരു 25 എപ്പിസോഡുണ്ട്. ആ ഒരു 25ാമത്തെ എപ്പിസോഡിൽ അതിൻ്റെ ഒരു ക്ലിഫ് ഹാങ്ങർ എൻഡിങ് ഉണ്ട്. എൻ്റെ മോനെ, അത് കണ്ടു കഴിഞ്ഞാൽ അടുത്തത് എന്തായാലും അറിയണം എന്നുള്ളൊരു മോഡിലേക്ക് എത്തും. അതുവരെ നിങ്ങൾ എത്തുകയാണെങ്കിൽ, എൻ്റെ ആദ്യത്തെ എപ്പിസോഡ് കണ്ടു തുടങ്ങി അതുവരെ എന്തായാലും എത്തും എന്നുള്ളത് തീർച്ചയാണ്. എൻ്റെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ബാക്കി കഥ എന്താണെന്ന് അറിയണം എന്നുള്ളത് തലയിൽ കയറിയത്. അങ്ങനെയാണ് ഞാൻ ഈ മാംഗ സീരീസ് വായിക്കാൻ തുടങ്ങി. സോ പിന്നെ ഞാൻ കുറേ റിസർച്ച് ചെയ്ത് നോക്കി. സോ ഇതിൻ്റെ വേറെ വല്ല അഡാപ്റ്റേഷൻസ് ഉണ്ടോ, ഇതിൻ്റെ ബാക്കി എവിടെയെങ്കിലൊക്കെ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും സജസ്റ്റ് ചെയ്ത് മാംഗ വായിക്കാനാണ്. കാരണം ഇത് നമ്മൾ ആനിമിയിൽ കണ്ടതിനേക്കാൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കുറേ എക്സ്ട്രാ ആഡ് ഓൺ ക്യാരക്ടേഴ്സൊക്കെ തന്നെ ഇതിലുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ സാധനം തുടങ്ങിയിട്ട് പിന്നെ നിർത്താൻ പറ്റിയിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം. ഇതിൽ എക്സ്ട്രാ കുറേ ആഡ് ഓൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ കണ്ട പോലെ തന്നെ നിങ്ങളിപ്പോൾ മാംഗ വായിക്കാത്ത ആളാണെങ്കിൽ ഈ ആനിമി കാണുക. ഈ ആനിമിയുടെ 25ാമത്തെ എപ്പിസോഡ് എത്തുമ്പോൾ കഥ വായിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടെങ്കിലും നമ്മൾ ഈ മാംഗ വായിച്ചു തുടങ്ങും. അതാണ് എനിക്ക് തോന്നിയത് നല്ലൊരു പുഷിങ് ഫാക്ടർ എന്ന് തോന്നി. കാരണം ഡയറക്റ്റായിട്ട് മാംഗ വായിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആനിമി കണ്ടതിന് ശേഷം അല്ലെങ്കിൽ 97 ആനിമി കണ്ടതിന് ശേഷം ഈ മാംഗ വായിച്ചു തുടങ്ങുക. ഒരു രക്ഷയില്ല. ഡാർക്ക് ഫാൻറ്റസിയുടെ ഡാർക്ക് എന്നുള്ളൊരു വേർഡ് ഉണ്ടല്ലോ, അതിൻ്റെ പൂർണ്ണ ഒരു മീനിങ് ആണെങ്കിൽ പര്യായം തന്നെയാണ് ഈ ഒരു മാംഗ എന്ന് പറയാം. അട്ടർ ഡാർക്ക് എന്ന് പറഞ്ഞാൽ അട്ടർ ഡാർക്കാണ്. ഇതിൽ ഈ പറയുന്ന പോലെ എക്സ്ട്രാ കുറേ ആഡ് ഓൺ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, കുറേ എക്സ്ട്രാ ഇവൻറ്റ്സ് വരുന്നുണ്ട് ഈ ഒരു മാംഗയിൽ നമ്മൾ ആനിമയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ. ആൻഡ് അതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് അഡാപ്റ്റേഷനായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സെൻസർ ബോർഡ് പോട്ടെ,
അഡൾട്ടറേറ്റഡ് സാധനമാണെങ്കിലും കാണിക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. ഈ തിങ്സ് ദാറ്റ് ഹ്യൂമണൈസ് കാൺ സീ എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സാധനമാണത് ഇതിൽ കുറേ കൊടുത്തിട്ടുള്ളത്. ഈ ആൾക്കാർക്ക് വരുന്ന ടോർച്ചർ, ദെൻ ക്രൂവൽറ്റി, ബ്രൂട്ടാലിറ്റി ഒക്കെ കാണുമ്പോൾ ആൻഡ് അത് ആ സീരീസിന് ആവശ്യകതയുണ്ട്. ആൻഡ് അതുണ്ടെങ്കിൽ മാത്രമാണ് അത്ര ഇമ്പാക്റ്റോടെ നമുക്ക് ആ ഒരു കഥ ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നതുകൊണ്ടാണ് ഇതിൽ ഈ ഒരു മോഡ് പാറ്റേൺ ഫോളോ ചെയ്തിട്ടുള്ളൂ. അത്രയും ബ്രൂട്ടലായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ആൻഡ് ഇതിലിപ്പോൾ കുറേ ലേഡി ഫീമെയിൽ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിലും ആർക്കാണ് എപ്പോഴാണ് റേപ്പ് ചെയ്യപ്പെടുക, എപ്പോഴാണ് ചാവുക, ആർക്ക് എപ്പോൾ എന്ത് നടക്കുമെന്ന് ഒരു പിടുത്തില്ല. സോ ഒരു തരത്തിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഞാൻ ആദ്യം വിചാരിച്ച ഗെയിം ഓഫ് ത്രോൺസിലൊക്കെയാണ് ഇതുപോലെ മാർട്ടിനൊക്കെ എഴുതുന്നതിലാണ് ഇത്ര ഒരു ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇഷ്ടപ്പെട്ട് വരുന്ന സമയത്തായിരിക്കും മൂപ്പർ കൊല്ലുക. ഇതിൽ അതുപോലും ഇല്ല. ഒരാൾ സെറ്റായിട്ട് നിൽക്കുന്ന ആളെയൊക്കെ ചെയ്തു വെക്കുന്നൊക്കെ കാണണം. ഒരു ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ ഡാർക്കായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇവൻ ഭയങ്കര നല്ലൊരു പ്രോപ്പർ റിലേഷനിൽ പോകുന്ന ഒരു കുതിരയും തന്നെ ഒരു ഫീമെയിൽ ക്യാരക്ടറുണ്ട്. ഒരു പോയിന്റിൽ ആ ഒരു കുതിര ആ ഒരു ക്യാരക്ടറിനെ റേപ്പ് ചെയ്യാൻ പോകുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാലോചിച്ച് നോക്കണം എത്ര ഡാർക്കായിട്ടാണ് ഈ സാധനം എഴുതിയിട്ടുള്ളതെന്ന്. സോ ഐ വോണ്ട് സജസ്റ്റ് ദിസ് ടു ഒരു അഡൾട്ടിനുമില്ല, ഇത് മോർ ദാൻ അഡൾട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊരു നോർമൽ മനക്കട്ടിയുള്ള ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്ന സാധനങ്ങളല്ല ഇതിലുള്ളത്. സോ ഒരു 18+ മേലെ, ഒരു എത്ര പ്ലസ് എന്ന് എനിക്കറിയില്ല. സോ ദിസ് ഈസ് ഹൈലി അഡൾട്ടറേറ്റഡ്. ചെറിയ കുട്ടികളൊന്നും വായിക്കരുത്, കാണരുത്. സോ അത്ര അധികം ഡാർക്കായിട്ടുള്ള സാധനമാണ്. ഈവൻ ഫസ്റ്റ് പേജ് മുതലേ തുടങ്ങും. സോ അത്ര ഡാർക്ക്, അത്ര ബ്രൂട്ടലായിട്ടൊരു സാധനം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുമില്ല. സോ ഇപ്പോഴും ആനിമയൊക്കെ കുട്ടികൾക്ക് പറ്റിയതാണ്, കാർട്ടൂണാണെന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ പിടിച്ചു നിർത്തി ഈ ബസേക്കിൻ്റെ ബുക്കൊക്കെ ചുരുട്ടി കൂട്ടി വായി കയറ്റി കത്തിച്ച് പോലെയാണ്. അത്ര ഡാർക്കാണ്, ഒന്ന് വായിച്ചു നോക്കാൻ പറയും, ഒരു പേജ് വായിച്ചു നോക്കാൻ പറയാം, അപ്പോൾ മനസ്സിലാവും ഇത് കുട്ടികൾക്ക് പറ്റിയാണെന്ന്. ഇട്ടിട്ട് ഓടുമല്ല, അമ്മ ഒരു കട്ട ഡാർക്ക് സാധനം. സോ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ടു 18+ ഓഡിയൻസ് ആൻഡ് അഡൽട്ട്സ്. നോർമൽ അഡൽട്ട്സ് അല്ല, ഇത് പറ്റുന്നുള്ളവർ മാത്രം വായിച്ചാൽ മതി. ഈ ഒരു സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ളവർക്കൊന്നും പറ്റില്ല. സോ അത് ഒരു ഡിസ്ക്ലെയിമറായിട്ട് ഞാൻ വയ്ക്കാം. ദെൻ ഇതിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടേഴ്സ്. പ്രത്യേകിച്ച് ഗട്ട്സ്, കാസ്ക, ഗ്രിഫിത്ത്, ഈ 3 ക്യാരക്ടേഴ്സാണ് എക്സ്ട്രോർഡിനറി, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും മൈൻഡിൽ നിൽക്കുന്നു. ഇതല്ലാതെയും കുറേ ചെറുതും വലുതുമായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ബാൻഡ് ഓഫ് ദി ഹോക്കിലെ ക്യാരക്ടേഴ്സ്, ദെൻ ഇടയ്ക്ക് വരുന്ന ഈ കുറേ പക്ക്, അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഏത് ക്യാരക്ടറാണ് എന്താണെന്ന് നമുക്ക് പറഞ്ഞാൽ സ്പോയിലർ ആവും, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ബസേക്കിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ എന്ന നിലയ്ക്ക് ഒരിക്കലും നമ്മൾ മറക്കാത്ത കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് മാത്രം ഓർത്തിച്ചാൽ മതി. ആൻഡ് ഇതിനും കുറേ അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 97 പുറത്തിറങ്ങിയ ഒരു ആനിമി സീരീസ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലൊക്കെ ഇത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങളിത് വായിക്കുക. ഈ ഒരു കംപ്ലീറ്റ് 40 വോളിയുള്ള സീരീസ് വായിക്കുക. 40 വോളിയം ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് പേടിക്കണ്ട, ഇതെല്ലാം അടിപൊളിയാണ്. തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ദെൻ ഇത് എവിടെ നിന്ന് ബൈ ചെയ്യണം, എവിടെ നിന്ന് വാങ്ങണം എന്നുള്ളതിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഞാൻ ഈ സാധനം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഉള്ള സാധനം വൻ ഫേക്കാണ്, അട്ടർ ഫ്ലോപ്പ് സാധനമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. വൻ കൂറ സാധനം, കൂറ പേജ്, എല്ലാം കൂറ. വളരെ അലമ്പായിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇതല്ലാതെ കുറേ ഓൺലൈൻ സ്റ്റോറുകളോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ കുറേ സൈറ്റുകളിലൊക്കെ തന്നെ ഈ മാംഗസ് വിൽക്കുന്നുണ്ടാവും. അതിൽ പോയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ചിലപ്പോൾ ഒരു 150-200 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു 1000-800 വരും. സോ അത്ര ഉണ്ട് അതിൻ്റെ ഒറിജിനൽ റേറ്റ്. സോ ആ റേറ്റിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് വാങ്ങുക. അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇത്ര പൈസ സ്പെൻഡ് ചെയ്യാനില്ല. ഇപ്പോൾ ഒരു ബുക്കിന് 1000 എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 40 വോളിയം ആകുമ്പോൾ എത്രയാവുമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത്രയും മണിയൊക്കെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കുണ്ടെങ്കിൽ ഇതിന് തന്നെ ഓൺലൈൻ വെർഷൻ ഫ്രീ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഓൺലൈനായിട്ട് കുറേ PDF ആയിട്ടും അല്ലെങ്കിൽ ടെലഗ്രാമിലൊക്കെ കുറേ ചാനൽസിലും കുറേ ബോട്ടിലൊക്കെ തന്നെ ഈ സാധനം ഉണ്ട്. സോ തപ്പി നോക്കിയാൽ കിട്ടാവുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി വായിച്ചത്. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ, ഇതിൻ്റെ ഡിലക്സ് എഡിഷൻ ഉണ്ട്, എല്ലാം കൂടി കമ്പൈൻ ആയിട്ട് അറൗണ്ട് ഒരു 3 വോളിയം എന്തോ കൂടി കമ്പൈൻ ആക്കിയിട്ടുള്ള ഒറ്റ സെറ്റായിട്ടുള്ള കുറേ 10-12 ബുക്സ് ഉണ്ട്. സോ അതാകുമ്പോൾ നമുക്ക് കോമ്പാക്റ്റ് ആയിട്ട് ബുക്കിൻ്റെ എണ്ണം കുറയ്ക്കാം, പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ് അതിലും. ദെൻ മാംഗ കഴിഞ്ഞാൽ ഇതിൽ ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞൊരു ആർക്ക് ഉണ്ട്. ആ ആർക്കിനെ ബേസ് ചെയ്തായിരുന്നു 97 ആനിമി. അതേ ആർക്കിനെ ബേസ് ചെയ്താണ് മാംഗയിലെ ഫസ്റ്റ് ആ ഒരു കുറച്ച് ചാപ്റ്റേഴ്സും കുറച്ച് വോളിയൂംസും. ദെൻ ഇതേ ആർക്കിനെ തന്നെ ബേസ് ചെയ്ത് ഒരു 3 പാർട്ട് മൂവി സീരീസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് കിടില സാധനമാണ്, അത് അടിപൊളിയാണ്. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ 97 ആനിമയിൽ അതേ സാധനങ്ങൾ തന്നെയാണ് അതിൽ കാണിക്കുന്നത്, പക്ഷേ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ആനിമേഷൻ ക്വാളിറ്റി ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അഡാപ്റ്റേഷൻസിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം. ഈ 97 ആനിമി കഴിഞ്ഞാൽ പിന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള അതാണ്. ദെൻ അത് കഴിഞ്ഞാൽ ഇത് തന്നെ ബാക്കി കൺവിക്ഷൻ ആർക്ക് എന്ന് പറഞ്ഞൊരു ആർക്കുണ്ട്. ഇതിലൊരു വലിയ എക്ലിപ്സ് നടക്കും. സോ ആ ഒരു എക്ലിപ്സിന് ശേഷമുള്ളൊരു കഥ, ഞാൻ ഈ പറഞ്ഞില്ലേ നമ്മുടെ
97 ആനിമയിൽ ആ 25ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് എന്താണെന്ന് കഥ അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ മാങ്ക തുടങ്ങിയത്. അത് ഒന്നേന്നോട്ട് തുടങ്ങി. പക്ഷേ അങ്ങനെ ആവശ്യമില്ല, അങ്ങനെ താല്പര്യമില്ല, ബാക്കി മാങ്ക വായിക്കേണ്ട, കഥ തന്നെ അറിഞ്ഞാൽ മതി എന്നുള്ളവർക്കുണ്ടെങ്കിൽ കൺവിക്ഷൻ ആർക്ക്, ഇതിൻ്റെ തൊട്ടടുത്ത ശേഷമുള്ള ആർക്ക് വെച്ച് വേറൊരു ആനിമി സീരീസ് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. 2 സീസണുകളാണ് അതിലുള്ളത്. 2016-ലും 2017-ലാണ് അത് പുറത്തിറങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അറൗണ്ട് ഒരു 10, 12, 20 എപ്പിസോഡുകളുണ്ടാവും. പക്ഷെ അതിൻ്റെ ക്യാരക്ടർ ഡിസൈനൊന്നും വലിയ രസം ഉണ്ടാവില്ല. നിങ്ങൾക്ക് മറ്റേതൊക്കെ കണ്ടിട്ട് അതിലെ ഈവൻ ഗട്ട്സിൻ്റെ ക്യാരക്ടർ ഡിസൈൻ തന്നെ വളരെ മോശം. പക്ഷേ കഥ മാത്രം അറിഞ്ഞാൽ മതി, ക്യാരക്ടേഴ്സ് ഒന്നും വേണ്ട, കാണാൻ വലിയ രസമൊന്നും വേണ്ട, ജസ്റ്റ് കഥ അറിഞ്ഞാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇത്രയും അഡാപ്റ്റേഷൻസ് ആണുള്ളത്. ആൻഡ് ഇനിയും കുറേ വരാതിരിക്കുന്നുണ്ട്. ഫാൻ മെയ്ഡ് ആയിട്ടൊരു സാധനം അറൗണ്ട് ഒരു 2025 അടുത്ത വർഷം പുറത്തിറങ്ങാതിരിക്കുന്നുണ്ട്. ഓൾറെഡി ഒരു ട്രെയിലറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊരു കിഡിലും ഫാൻ മെയ്ഡ് ട്രെയിലർ തന്നെ ഉണ്ടായിരുന്നു. സോ ഇത്ര അഡാപ്റ്റേഷൻസ് ആണ് ബെർസെർക്കിന് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. ആൻഡ് ഈ ആനിമീസിലൊന്നും കാണിക്കാത്ത ഒരു കിഡിലെ സാധനം ഈ മാംഗേഴ്സിലുണ്ട്. അതുകൊണ്ടാണ് മാംഗോ ഞാൻ വായിക്കണം എന്ന് പറഞ്ഞ്. ഈ ബെർസെർക്ക് എന്ന് പറയുന്നത് ഒരു ബെർസെർക്കർ ആർമറിന് ബേസ് ചെയ്താണ്. സോ ഗട്ട്സ് ഇടുന്ന ഒരു ആർമർ ആയിരിക്കും. അതൊക്കെ വരിക ഈ ഒരു മാംഗയിൽ മാത്രമാണ്. അതിനോട് അഡാപ്റ്റേഷൻ ഇതുവരെ ലൈവ് ആക്ഷനിൽ ആ ആർക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. സോ ഇതിൻ്റെ ഓരോ ആർക്ക് കഴിയുമ്പോഴും ഇതിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് ഇങ്ങനെ കൂടി വരും. സോ ഈ ഒരു ആർമർ ഇടുന്ന സീനൊക്കെ കാണണമെങ്കിൽ മാംഗനെ വായിക്കണം. ഒരു രക്ഷാത്ത സാധനമാണ്. ഈ ബെർസെർക്കർ ആർമർ ഇട്ടിട്ട് ആളൊരു ബീസ്റ്റ് സെറ്റപ്പിലേക്ക് പോകുന്നൊരു സെറ്റപ്പ് ഉണ്ട് ഈ ഒരു ഗട്ട്സിൻ്റെ. നമ്മൾ വായിക്കുന്ന ബുക്കിൽ തീ പാറും, അത് നമുക്ക് കാണാൻ പറ്റും. തീ പറക്കണത് നമ്മളെ കണ്ണീ കൂടെ അങ്ങനെ പറക്കും ആ സാധനം. അത്ര കിടില സാധനമാണ്. യജാതി മേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ദെൻ ഇതിൻ്റെ ആർട്ട് വർക്കും ഒരു രക്ഷയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് മാംഗോ വായിക്കണം എന്ന് കൂടി പറഞ്ഞത്. ഒരു രക്ഷയില്ലാത്ത ആർക്ക്, എത്ര പക്ക ഡീറ്റെയിലിംഗ് ആണ്. ഓരോ പേജ് നമ്മൾ വേണമെങ്കിൽ ഒരു മണിക്കൂർ നോക്കിയിരിക്കും. അത്ര മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റ് മാംഗാസ് പ്രിഫർ ചെയ്യാത്തതും എനിക്ക് നോർമൽ മാംഗാസ് പറ്റാത്തത്. ഈ രീതിക്ക് അതിൻ്റെ ആ ഒരു ആർട്ട് വർക്കും സ്റ്റൈലൊന്നും ഇഷ്ടമല്ല. പക്ഷേ അതുപോലെയല്ല ഇത്, നോർമൽ മാംഗാസ് പോലെയല്ല. സോ മാങ്ക ഇതുവരെ തൊട്ട് നോക്കാത്തതാണ്. ഇതിൽ കുറച്ച് പേജസ് എങ്കിലും നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഈ പറയണമെന്നുള്ളത്. തീർച്ചയായിട്ടും മാങ്ക തന്നെ വായിക്കണം എന്നാണ് എൻ്റെ പ്രിഫറൻസ്. നിങ്ങൾ ആ ഒരു വേൾഡിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോകും, വലിച്ചെടുത്തിട്ട് പോകും. മിനിമൽ ടൈം കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി വായിച്ച് തീർക്കാനും കണ്ടു തീർക്കാനൊക്കെ നിങ്ങളെ പ്രേരിപ്പിക്കും. ഈ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. പക്ഷേ ബെർസെർക്കിന് ഉണ്ടായ ഒരു പ്രശ്നം 2021 ഇതിൻ്റെ ഓതർ മരിച്ചുപോയി. കെൻഡോറോ മിയോറ മരണപ്പെടുകയുണ്ടായി. സോ അതിനുശേഷം ഈ സാധനം അൺഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ തന്നെ ഇതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യും, സ്റ്റോറി എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഓൾറെഡി ഇപ്പോൾ ഇങ്ങനെ മെല്ലെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അൺഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു വർക്കാണ്. പക്ഷേ അതുവരെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളൊരു സാധനം ഒരു മാസ്റ്റർ പീസ് ഐറ്റം തന്നെയാണ്. സോ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട, കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് ഐറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് മിഡീവൽ വേൾഡിലുള്ള ഫാൻറ്റസി ഫിക്ഷൻ വേൾഡിലുള്ള സാധനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ. അതിനുള്ളൊരു മെയിൻ എക്സാമ്പിൾ ഇപ്പോൾ വേണമെങ്കിൽ ലോർഡ് ഓഫ് ദി റിങ്സും ഗെയിം ഓഫ് ത്രോൺസും ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ് എന്തായാലും ഇഷ്ടമാവും. കാരണം ആ ഒരു സെറ്റപ്പിലുള്ള സാധനമാണിത്. അതിൽ ഫാൻറ്റസി ഉണ്ട്, അതിലൊരു മിഡീവൽ വേൾഡാണ്, ഹിസ്റ്റോറിക്കലാണ്, കുറേ കിടിലൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആൻഡ് സ്വാട്ട് ഫൈറ്റൊക്കെയാണ് കൂടുതൽ താല്പര്യമുള്ളതെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാം. ആൻഡ് അത് അല്ലെങ്കിൽ അതിൽ കണ്ടതിൻ്റെ ഇപ്പോൾ ലോർഡ് ഓഫ് ദി റിങ്സിലും ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കാണുന്നതിൻ്റെ ഒരു 100x ഡാർക്കർ ആയിട്ടുള്ളൊരു വെർഷൻ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ് ബെർസെർക്കിനെ കുറിച്ചും അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും കുറേ ഉണ്ട്. അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഒരു റെക്കമെൻഡേഷൻ എന്ന രീതിക്ക് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ. ഇതുവരെ നിങ്ങൾ ഈ വേൾഡിലേക്ക് എത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കാലെടുത്ത് വയ്ക്കുക. ആൻഡ് മാംഗാസ് വായിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് പ്രിഫറൻസ് ഈ പറയുന്ന സാധനമാണ് ബെർസെർക്ക്. കാരണം അത് വായിച്ചു തുടങ്ങിയാൽ പിന്നെ ഈ മാംഗാസിൽ തന്നെ ഇത്രയും കിടിലിനായിട്ടുള്ള സാധനങ്ങളുണ്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ബാക്കിയുള്ളവർക്ക് തുടങ്ങും. ഇങ്ങനെയാണ് ഞാൻ ആനിമയിൽ അറ്റാക്ക് ഓൺ ടൈറ്റൻ കാലെടുത്ത് വയ്ക്കുന്നതും TV സീരീസിൽ ഗെയിം ഓഫ് ത്രോൺസ് തുടങ്ങുന്നു. സോ ബെസ്റ്റിന്ന് തുടങ്ങിയ അല്ലാതെ എല്ലാവരും പറയും ബിഗിനേഴ്സിന് പറ്റിയ ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന്. അൾട്രാ പ്രോ ലെവലിലുള്ള സാധനങ്ങൾ തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് ഇഷ്ടമായി തുടങ്ങും. ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തുടങ്ങും. ബെർസെർക്ക് വായിച്ചു കഴിഞ്ഞതും എനിക്ക് പിന്നെ വായിക്കാൻ തോന്നിയതാണ് വാഗാബോണ്ട്. ഇത് തുടങ്ങിയിട്ട് ഇതിനേക്കാളും സ്പീഡിൽ പോകുന്നുണ്ട്, അത്ര പറക്കുന്നുണ്ട്, ഒരു രക്ഷയില്ലാത്ത സാധനം. ഇതുവരെ അഡാപ്റ്റേഷൻസ് പോലും ഇല്ല. സോ ഇതിനെപ്പറ്റി നമുക്ക് പിന്നീട് വേറൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് പറയാം. സോ ബെർസെർക്ക് തീർച്ചയായിട്ടും വായിച്ചിട്ടുള്ളവരോ കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ തന്നെയാണോ നല്ലതെന്നും കൂടി കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഫുള്ളായിട്ട് വാങ്ങുന്നതിലും ഭേദം ഈ പറയുന്ന ഓൺലൈൻ വെർഷൻസൊക്കെ വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം അത്ര റേറ്റ് കൂടുതലാണ്. ആൻഡ് വാങ്ങാൻ പറ്റുന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിയിട്ട് തന്നെ ചെയ്യുക. ദെൻ മാങ്ക കൂടുതൽ പ്രിഫർ ചെയ്യുക അപ്പാർട്ട് ഫ്രം ആനിമി മോശം എന്നല്ല, പക്ഷേ കഥ കൂടുതലുള്ളതും കഥ കംപ്ലീറ്റ് ആവുന്നതും ഒരുപാട് പ്രൊലോങ്ഡ് ആയിട്ടുള്ള കുറേ എക്സ്ട്രാ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റോറി ലൈൻസ് ഉള്ളതും ക്യാരക്ടേഴ്സൊക്കെ ഉള്ളതും തന്നെ മാംഗസിലാണ്. സോ തീർച്ചയായിട്ടും മാംഗസ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് വാഗാബോണ്ട് വായിച്ചിട്ട് വരാം. സോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.